ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റീഡിംഗ് വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് റീഡിങ്ങുമായിട്ട് കണക്ട് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഒരുപാട് സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ, രണ്ടുപേരും വളരെ മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു മിഡിൽ ഏജ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വളരെ മെച്യൂർ ആയിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കെയറിങ്, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളെ തമ്മിൽ പരസ്പരം കൂടുതലായിട്ടും അടുപ്പിച്ചിട്ടുള്ളത്, അല്ലെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ എന്നുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതുവരെ വളരെയധികം ഓപ്പണപ്പ് ആയിട്ട് പോയ ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ മനസ്സിനകത്തും ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു കറണ്ട് എനർജിയിൽ നോക്കുമ്പോൾ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഒത്തിരി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേർക്കും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ ആ ഒരു പേഴ്സണെ ഒരുപാട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിൽ വർക്കാകണം, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതിനകത്ത് വരണം. അത്രയും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം. എങ്കിലാണ് അത് നല്ലൊരു സ്നേഹത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു എന്ന് പറയാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇവിടെ അതിനുള്ളൊരു സാധ്യത കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല. അത് വരുമ്പോൾ ഇവിടെ സ്റ്റക്കാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ ഒരു തടസ്സം വന്നു പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്നിലേക്ക് പോകാനുള്ള ഒരു തടസ്സം. അപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മരോ എന്തെങ്കിലും തടസ്സം വന്ന് കിടക്കുന്നു. അപ്പം നമുക്കത് പിന്നെ മാറ്റിയിട്ട് വേണം മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതേ രീതിയിൽ ആ ഒരു പിന്നീട് നേരെ ഒരു ഇടയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തട്ടിയടിച്ച് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പലവിധ മാർഗങ്ങൾ നോക്കും. ഒന്നില്ലെങ്കിൽ അത് ചാടിക്കിടന്നു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ വഴിയുണ്ടോ, ഇങ്ങനെ പല മാർഗങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഈ പറഞ്ഞ ഒരു അന്വേഷണത്തിന്റെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവര് നിങ്ങളെ കാണുന്നുണ്ട്, ആ ഒരു എംപ്രസ് എനർജി പോലെ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ അവരുടെ മനസ്സിൽ കാണുന്നത്. അത്രയും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അത്രയും ഒരു കെയർ സപ്പോർട്ടൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം അവര്. അപ്പോൾ ഈ ഒരു പേഴ്സണ് അത് നല്ലതുപോലെ അറിയാം, അല്ലെങ്കിൽ അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും അതൊരു ഫീമെയിൽ ആണ് എന്നുള്ളതല്ല. അത്രയും ആ ഒരു മാതൃത്വം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതലും ക്ഷമിക്കുന്നത് നമ്മുടെ അമ്മമാരായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തിരിച്ച് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നതും അമ്മമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതൊക്കെ അവരായിരിക്കും. വേറെ പല ബന്ധങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം. പക്ഷെ ഇവിടെയാണ് ആ ഒരു സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രയും തുറന്ന മനസ്സോടുകൂടിയാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ മാനസികമായിട്ട് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം.
അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം ഒരു സ്നേഹം ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്ര സ്നേഹം ഒരാളിൽ നിന്ന് അനുഭവിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതുപോലെയാണ് ആ ഒരു സ്നേഹം അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ മൗനമായിട്ട് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഇരിക്കേണ്ടി വരും. ആ ഒരു പേഴ്സൺ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ മറ്റാരും ചെയ്യുന്നതിനേക്കാളും മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാളും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് വളരെ സൈലന്റ് ആയിട്ട് മിണ്ടാതെ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ അതാണ്. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് പുറമേ അവർ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും പുറമേ അവർ കാണിക്കുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാം. ഉള്ളിൽ അവർക്കുണ്ട്. ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ നിങ്ങളുടെ വാല്യൂവും കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾ അവർക്ക് ചെയ്തിട്ടുള്ള ആ ഫേവറബിൾ ആയിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും കെയറും എല്ലാം അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവരത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നല്ല രീതിയിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കറന്റ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സൈലന്റ് ആയിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖം തരാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥ പോലെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഒരു ഡെപ്തിലേക്ക് ആ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ഇതിനകത്ത് ഒരു സ്റ്റക്നെസ് വന്നു വിട്ടിട്ടുണ്ട്, ഒരു തടസ്സം. ഈ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില തടസ്സങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നു, ഇതൊക്കെ അറിയാമെങ്കിലും അവർ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു കാർഡിൽ മൂണ്, അതുപോലെ തന്നെ മൂൺ കാർഡ്, ഹാങ്ഡ് മാന്, ഇതൊക്കെ നമുക്ക് തരുന്നത് അതാണ്, ആ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്ത ഒരു വ്യക്തി ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, പലരും അത് തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. പ്രതീക്ഷിക്കാതെ കൊടുക്കണമെന്നാണ് പറയുക. പക്ഷെ എങ്കിലും ആ ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മൾ പലരും അത് തിരിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡെപ്തിൽ പോയ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു മൗനം, അല്ലെങ്കിൽ അവരൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് തളർത്തുന്നുണ്ടാവാം. എങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മൂൺ കാർഡിന്റെ ഒരു എനർജി എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു വിഷമം, നൈരാശ്യം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അതെല്ലാം നിങ്ങളെയും ഈ ഒരു പേഴ്സണെയും ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ പതിയെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റം ഇതിനകത്ത് വരുമെന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഏത് മാർഗം സ്വീകരിച്ചാലാണ് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാവുക എന്നുള്ളത് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. പക്ഷെ അവരതൊന്നും പുറമെ കാണിക്കുന്നില്ല, എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു പെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് വളരെ സംയമനത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതി പോകാൻ പറ്റുന്നുണ്ടാകാം. അപ്പൊ നിങ്ങളുടെ ഒരു കരിയറോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി വുമൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് പോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡെയിലി റുട്ടീനൊക്കെ പോലെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടാകാം. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഒരു റീകൺസിലേഷൻ വേണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജിയാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളോട് പോലും അവരത് പറഞ്ഞിട്ടുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു കാര്യം ആയിരിക്കാം. അപ്പം അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവരൊന്ന് കൺട്രോൾ ചെയ്ത് ഇരിക്കുന്നത്. അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇവര് നിങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നിട്ട് നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന ആ ഒരു ചിന്ത കൊണ്ടായിരിക്കും അവരങ്ങനെ പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ഒരു
ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നു ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒരു എനർജീസ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വളരെയധികം ശക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജീസ് ഇങ്ങനെ അടിച്ചു കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമുള്ള രീതിയിലുള്ള എനർജീസ് ആണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് വരുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പറഞ്ഞ എനർജീസ് ഒക്കെ നിങ്ങളിലേക്ക് വരും, ഒരു റീകൺസിലേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നവർക്കായിരിക്കും ഇത് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു തടസ്സം ഉള്ളത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു പേഴ്സൺ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും അത്രയും ഒരു ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില കേസിൽ നമുക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണറോടും കൂടി സംസാരിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു എനർജിയൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്തുകൊണ്ടോ ഈ ഒരു പേഴ്സൺ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തന്നെ വെച്ച് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെയധികം പോസസീവ് ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങൾ എത്രത്തോളം ഒരു മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു കാര്യം വരുമ്പോൾ അത്രമേൽ നിങ്ങൾ പൊസസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാം. അവരുടെ ഈ കിങ് ഓഫ് കപ്സ് നമുക്ക് ഇട്ടിരിക്കുന്ന അതാണ്. അപ്പോൾ ഒരു കണ്ണടിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ നിങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ നോക്കുന്ന ഒരു അവസ്ഥ, അതെല്ലാം നമുക്കിവിടെ വളരെയധികം വിസിബിൾ ആണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെയധികം മാനസികമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറ്റം ഉണ്ടാകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ബാധ്യതകളൊക്കെ എന്താണോ നിങ്ങളിങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അതൊന്ന് ഒഴിഞ്ഞു പോകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിലുള്ള വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഒരു ആ ഒരു ഇതിലൊക്കെ പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതിനിടയിൽ അവര് ഈ ഒരു വിഷമം കൂടി അവര് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. അപ്പൊ അവരുടെ ഒരു സാക്രിഫൈസ് ആയിരിക്കാം ശരിക്കും ഇത്. ഒരു വേറെ പലതിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ത്യാഗമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള അവരുടെ ആ ഒരു പുറകിലേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ ഈ ഒരു പിന്മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു നിർബന്ധത്തിന് വഴങ്ങി അവർ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, സിറ്റുവേഷനെ ഭയന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, മാനസികമായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു 6 of Wands, അതുപോലെ തന്നെ ആ 6 of Wandsന്റെ കാർഡിനകത്തൊക്കെ ഒരു വിക്ടറി വേണം എന്നുള്ള ഒരു ആഗ്രഹം നല്ലതുപോലെ അവർക്കുണ്ട്. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സമൂഹത്തിലൊരു ഫേമസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു വിലയും നിലയുമുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് പേരുടെ മുന്നിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ മറ്റു പലരെയും കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റു പലരുടെയും കാര്യങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് വേണം അവർക്ക് എടുക്കാൻ, അങ്ങനെ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അതും ഒരു സോഷ്യൽ ഇമേജ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹോപ്പ് വളരെയധികം ഈ ഒരു റീഡിങ് നമുക്ക് കാണാം. പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പ്രതീക്ഷയുണ്ട്, ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും, അല്ലെങ്കിൽ ആ ഒരു ലക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇവിടെ ഒരു വളരെയധികം ഒരു കൺഫ്യൂഷൻ നമുക്ക് കാണാനായിട്ട് വരുന്നത്. കൺഫ്യൂഷൻ മൈൻഡാണ് ഈ ഒരു പേഴ്സൺ. എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്നതുപോലെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഏത് രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അറിവില്ലായ്മ ഇതിനകത്ത് അവർക്കുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും
ഇതിനകത്ത് ഒരു മാറ്റം വരും, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ ആരായുന്നുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് മാറ്റം വരും, ഫ്യൂച്ചറിൽ ഇതിന് വലിയൊരു മാറ്റം സംഭവിക്കും എന്നൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ പ്രതീക്ഷിക്കുന്ന എനർജീസ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ടാകാം, എങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നിലേക്ക് വരിക. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് യാതൊരുവിധ സ്നേഹക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാരണവശാൽ സിറ്റുവേഷൻ കൊണ്ട് അവർ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം ആയിട്ടും അറിയാത്തതുപോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന 4 കാർഡുകൾ നോക്കിയിട്ട് ഇതിന്റെ ഫ്യൂച്ചറിൽ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മുകളിലെ 4 കാർഡുകൾ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് എവിടേക്കും പോകാനായിട്ട് പോകുന്നില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. പക്ഷെ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ ഒരു 3 എനർജിയൊക്കെ ആദ്യം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള വലിയ ഉദ്ദേശമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ വിട്ടു തരാനായിട്ട് വലിയ ഉദ്ദേശം ഇല്ലാത്തൊരു വ്യക്തിയാണ്, കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി എന്നുള്ളത്. അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, എന്ത് തടസ്സം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മുന്നിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയും, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പല തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഇവരൊന്ന് സ്റ്റക്കായി പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇതിനകത്ത് കയറി ഒരു ആക്ഷൻ എടുക്കും. ഇവിടെ ഏതൊരു സിറ്റുവേഷൻ, ഒരു 3 എനർജി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആക്ഷൻ അതിന് മേലേക്ക് പോകും എന്നുള്ളതാണ്. അതായത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിനെ ക്രോസ് ചെയ്ത് വരാനുള്ള ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ഒരു ധൈര്യം നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവശ്യം എന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാക്രിഫൈസ് എനർജിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യം എന്താണോ, ഇനി സ്വന്തമായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരില്ലേ, ആ ഒരു എനർജി അവരിലേക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ്. അവർക്കൊരു സന്തോഷം വേണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ പറയും. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരും. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ആക്ഷൻ എടുക്കും. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ വർക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാതെ അവരിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ കെയർ ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അറിഞ്ഞിട്ടും മൗനമായിട്ട് അവരിയ്ക്കുന്നു, അല്ലെങ്കിൽ അറിയാത്തതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി ഈ ഒരു പേഴ്സൺ ഇതിനകത്തൊരു സ്ട്രോങ് ആക്ഷൻ ഇവരായിട്ട് തന്നെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയെ നിശബ്ദമാക്കിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിലും ഒരുപക്ഷെ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. ഈ ഒരു തേർഡ് പാർട്ടിയെ നിശബ്ദമാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുമായിരിക്കാം. പക്ഷെ ചില തോന്നലുകൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പല കാര്യങ്ങൾ, അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവരൊന്ന് ഉൾവലിഞ്ഞിരിക്കുന്നു എന്നുണ്ട്. അപ്പൊ ചിലവർ ഈ ചിലപ്പോൾ ഒരു വഴക്കിലൊക്കെ കലാശിക്കും, അല്ലെങ്കിൽ വഴക്ക് പേടിയുള്ള ആളുകളുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കാം, എല്ലാം ശരിയാവുന്ന ഒരു സമയം വരുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട്.
അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ അതായത് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആക്ഷൻ ഉണ്ടാകും. നിങ്ങളോടുള്ള സ്നേഹം എന്താണോ അതവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് ഒരു വളരെയധികം ഡീപ്പായ ഒരു സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പേഴ്സൺ വളരെ ആക്റ്റീവായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും, അവരുണ്ടാകും. തേർഡ് പാർട്ടി നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒഴിഞ്ഞൊന്നും പോകില്ല, അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു തേർഡ് പാർട്ടി അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരെ ഓവർകം ചെയ്യാനുള്ളൊരു ധൈര്യം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2003 എന്ന് പറയുന്നൊരു വർഷമാണ്. നമ്പർ 33. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ്, ഹിയറിംഗ് ഇഷ്യൂ, ഡ്രോയിങ്. നമ്പർ 9, നമ്പർ 4. അതുപോലെ തന്നെ 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. നമ്പർ 44, മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്. സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആകാനുള്ള ചാൻസ് ഉണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 23, നമ്പർ 46, നമ്പർ 38. ഡിസംബർ എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 25, നമുക്ക് വീണ്ടും നമ്പർ 25 കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ, വൈറ്റ് കളർ, 1981. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51, ലെറ്റർ ഒ, നമ്പർ 39, നമ്പർ 24, 6 days. അപ്പോൾ ഇത്രയും ക്ലൂസാണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.